ഇന്നത്തെ നമ്മുടെ ലെസൺ സ്പോക്കൺ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലെസനാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ലെസൺ തന്നെയാണ് ഇന്നത്തേത്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വാട്ട്. വാട്ട് എന്നാൽ എന്ത്. വാട്ട് എന്ന ഒരു വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അത് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കും. അതുപോലെ തന്നെ വാട്ട് എന്ന ആ ഒരു വാക്കിനോട് ചേർന്ന് ചില ഫ്രേസസ് ഉണ്ടാകുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് പല സിറ്റുവേഷൻസിലും ഉപയോഗിക്കാൻ പറ്റുന്നത്, അതൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് എന്നതിൻ്റെ ഡിഫറെൻ്റ് യൂസസ് നോക്കാം. വാട്ട് എന്നത് ഒരു ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കാം. എന്താണ് ഡിറ്റർമിനർ? ഡിറ്റർമിനർ എന്നാൽ ഒരു അഡ്ജക്റ്റീവ് പോലെ തന്നെ ഫങ്ഷൻ ചെയ്യും, ഒരു അഡ്ജക്റ്റീവ് പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഡിറ്റർമിനർ. ഇപ്പോൾ മൈ, യുവർ, അവർ, ഹിസ്, ഹെർ ഒക്കെ നമുക്ക് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കാം. 1, 2, 3 അതല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊക്കെ നമുക്ക് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വാട്ട് എന്ന വാക്കിന് ഒരു ആദ്യത്തെ യൂസ് ഡിറ്റർമിനർ ആയി ഉപയോഗിക്കുക എന്നതാണ്. വാട്ട് എന്നത് ഡിറ്റർമിനർ ആയി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഒരു നൗണിന് ഫ്രണ്ടിലായിരിക്കും. കാരണം ഡിറ്റർമിനർ എപ്പോഴും വരുന്നത് ഒരു നൗണിന് മുന്നിൽ ആയിരിക്കും. ഡിറ്റർമിനർ കഴിഞ്ഞിട്ട് ഉടനെ വരുന്നത് ഒരു നൗണായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഡിറ്റർമിനർ ആകുമ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഒരു നൗണായിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് കളർ ഡു യു ലൈക്ക്. വാട്ട് കളർ, കളർ എന്നുള്ള ഒരു നൗൺ, അതിന് മുന്നിൽ വാട്ട് വന്നു. അവിടെ ഡിറ്റർമിനർ ആയിട്ടാണ് വാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് കളർ ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാൽ ഏത് കളറാണ് നിങ്ങൾക്കിഷ്ടം എന്നാണ്. ഇത് നമ്മൾ വിച്ച് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാലും ഏത് കളറാണ് നിങ്ങൾക്കിഷ്ടം എന്ന് തന്നെയല്ലേ മീനിങ്. പക്ഷേ വാട്ട് ഉപയോഗിക്കുമ്പോഴും വിച്ച് ഉപയോഗിക്കുമ്പോഴും ചെറിയ വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ വാട്ട് ഉപയോഗിക്കുമ്പോൾ വാട്ട് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ ഏത് കളറാണ് നിങ്ങൾക്കിഷ്ടം. നമ്മൾക്ക് ഏത് കളർ വേണമെങ്കിലും, ലോകത്തിൽ എത്രയോ കളറുകളുണ്ട്, ഈ കളറുകളെല്ലാം നമുക്ക് പറയാം, ഏത് വേണമെങ്കിലും പറയാം. ഈ കളറുകളിൽ നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് അത് പറയാം. പക്ഷേ വിച്ച് കളർ ഡു യു ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് അതിനൊരു ലിമിറ്റുണ്ട്. കുറച്ച് ഓപ്ഷൻസ്, കുറച്ച് കളറുകൾ കാണിച്ചിട്ട് വിച്ച് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ വാട്ട് കളറല്ല ഉപയോഗിക്കേണ്ടത്, വിച്ച് കളറാണ് കാണിച്ചിട്ട് കുറച്ച് ഒരു 3-4 കളറുകളൊക്കെ കാണിച്ചിട്ട് വിച്ച് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിക്കാം. കളറുകളൊന്നും കാണിക്കാതെയാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് കളർ ഡു യു ലൈക്ക് എന്നാണ് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ബൈക്ക് ഡു യു ലൈക്ക്. വാട്ട് ബൈക്ക് ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ ഏത് ബൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നല്ലേ, ഏത് ബൈക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടെ വാട്ട് ബൈക്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏത് ബൈക്ക് വേണമെങ്കിലും പറയാം, ഏത് ബൈക്കാണ് എനിക്കിഷ്ടം എന്നുള്ളത് പറയാം. പക്ഷേ വിച്ച് ബൈക്ക് ഡു യു ലൈക്ക് എന്ന് ചോദിക്കണമെങ്കിൽ കുറച്ച് ഓപ്ഷൻസ്, പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബൈക്കുകൾ കാണിച്ചിട്ട് ഇതിനകത്ത് ഏത് ബൈക്കാണ് നിങ്ങൾക്കിഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഉപയോഗിക്കുന്നത് ആസ് എ ഡിറ്റർമിനർ എങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ. വാട്ട് കഴിഞ്ഞാൽ ഒരു നൗൺ ആയിരിക്കും വരുന്നത് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതും മനസ്സിലാക്കുക. ഇനി അടുത്ത യൂസ്, ഒരു നൗൺ ക്ലോസിൻ്റെ രൂപത്തിൽ വാട്ട് ഉപയോഗിക്കാം. എന്താണ് നൗൺ ക്ലോസ്? നൗൺ ക്ലോസ് എന്നാൽ അതൊരു വലിയ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എന്താണ് നൗൺ ക്ലോസ് എന്ന് മാത്രം പറയാം. നൗൺ ക്ലോസ് എന്നാൽ നൗൺ ആയി ഉപയോഗിക്കാൻ പറ്റിയ, നൗൺ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോസ് ആണ്. അപ്പോൾ എന്താണ് ക്ലോസ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു സബ്ജക്റ്റ് വേണം, ഒരു വേർബും വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സബ്ജക്റ്റും വേർബും അതിനകത്തുണ്ടാവണം, അതിനെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ആ ഒരു ക്ലോസ് ഒരു നൗണായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് നൗൺ ക്ലോസ് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ടിന് നമ്മൾ അടുത്ത യൂസ് പറയുന്നത് ഒരു നൗൺ ക്ലോസ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ്, ആസ് എ നൗൺ ക്ലോസ്. നൗണിന് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആകാം, ഒരു സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ആകാം. അതുപോലെ തന്നെ നൗൺ ക്ലോസിനും ആകാം. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യാം, ഒരു സെൻറ്റൻസിൽ ഓബ്ജക്റ്റായിട്ടും ഒക്കെ അതിന് ഫങ്ഷൻ ചെയ്യാം. ഒരു നൗൺ ക്ലോസ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ,
വാട്ട് യു ആർ ഡൂയിങ് ഈസ് നോട്ട് ഗുഡ്. വാട്ട് യു ആർ ഡൂയിങ് ഈസ് നോട്ട് ഗുഡ്. എന്താണ് അതിൻ്റെ മീനിങ്? വാട്ട് യു ആർ ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നല്ലതല്ല. വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നല്ലതല്ല എന്നാണ്. വാട്ട് യു ആർ ഡൂയിങ്, ഇവിടെ വാട്ട് എന്നതിന് എന്ത് എന്നുള്ള മീനിങ് അല്ല. വാട്ട് യു ആർ ഡൂയിങ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ലതല്ല എന്നാണ്. ഇവിടെ വാട്ട് യു ആർ ഡൂയിങ് എന്ന അത്രയും വേർഡ്സ് മുഴുവൻ ഒരുമിച്ച് ഒരു ക്ലോസാണ്. അത് നൗൺ ക്ലോസാണ് ആ സെൻറ്റൻസിലെ. അത് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. വാട്ട് യു ആർ ഡൂയിങ് അത് മുഴുവനായിട്ടും, സാധാരണ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു വേർഡേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 വേർഡ് ഉണ്ടാവാം. പക്ഷേ ഇത് ഒരു നൗൺ ക്ലോസിൻ്റെ രൂപത്തിലാണ്. വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ എത്ര വാക്കുകളുണ്ടതിൽ? അതൊരു നൗൺ ക്ലോസ് ആണ്. അത് നൗൺ ക്ലോസ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ വാട്ട് എന്നത് ഒരു നൗൺ ക്ലോസിൻ്റെ ഭാഗമായി വന്നു. വാട്ട് ഷീ സെഡ് വാസ് ഗ്രേറ്റ്. വാട്ട് ഷീ സെഡ്, അവൾ എന്താണോ പറഞ്ഞത് അത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. വാസ് ഗ്രേറ്റ് എന്നാണ്. വാട്ട് ഷീ സെഡ് എന്നതാണ് നൗൺ ക്ലോസ് ആ സെൻറ്റൻസിൽ. അതും ആ സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. വാട്ട് ഷീ സെഡ്, ഇത് 3 വാക്കുകളുണ്ട്. ഈ 3 വാക്കുകളും ഒരുമിച്ച് ചേർത്തിട്ടാണ് നൗൺ ക്ലോസ്. വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ വാസ് വെരി ബാഡ്. വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ വാസ് വെരി ബാഡ്. വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ ഇതാണ് നൗൺ ക്ലോസ്. ഇന്നലെ നിങ്ങൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യം ഒട്ടും ശരിയായില്ല, അത് വളരെ മോശമായിപ്പോയി എന്ന് പറയില്ലേ, അതാണ്. വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ വാസ് വെരി ബാഡ്. ഇതിൽ വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ അവിടെ വരെ നൗൺ ക്ലോസ് ആണ്. അത് മുഴുവനായിട്ടും ആ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. നിങ്ങൾ എന്താണോ ഇന്നലെ ചെയ്തത് അതാണ് നൗൺ ക്ലോസ്. ഇനി നൗൺ ആവുമ്പോൾ സബ്ജക്റ്റായിട്ടും മാത്രമല്ല ഓബ്ജക്റ്റായിട്ടും ഒരു സെൻറ്റൻസിലെ ഓബ്ജക്റ്റായിട്ടും ഫങ്ഷൻ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കൊരു ഓബ്ജക്റ്റായിട്ട് എങ്ങനെയാണ് നൗൺ ക്ലോസ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ഷീ സെഡ്. അവൾ എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഷീ സെഡ്. ഇവിടെ വാട്ട് ഷീ സെഡ് ഇതാണ് നൗൺ ക്ലോസ്. ആ നൗൺ ക്ലോസ് അവിടെ ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്തെനിക്കറിയില്ല? വാട്ട് ഷീ സെഡ്, അവൾ എന്താ പറഞ്ഞതെന്ന്. വാട്ട് ഷീ സെഡ് എന്നത് അവിടെ ഓബ്ജക്റ്റാണ്. അപ്പോൾ ആ ഓബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു നൗൺ ക്ലോസ് ആണ്. ആ സെൻറ്റൻസിൽ ഐ ആണ് സബ്ജക്റ്റ്, അവിടെ വേർബ് നോ എന്നതാണ്. പിന്നെ ഓബ്ജക്റ്റ് എന്താണ്? വാട്ട് ഷീ സെഡ്. ഐ വിൽ നോട്ട് ഈറ്റ് വാട്ട് യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കില്ല. ഐ വിൽ നോട്ട് ഈറ്റ് വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കില്ല. ഐ വിൽ നോട്ട് ഈറ്റ്. ഐ എന്നത് സബ്ജക്റ്റാണ്, ഈറ്റ് എന്നത് വേർബാണ്. പിന്നെ ഓബ്ജക്റ്റ് എന്താ? വാട്ട് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് ഞാൻ കഴിക്കില്ല. അപ്പോൾ ആ സെൻറ്റൻസിൽ നൗൺ ക്ലോസ് ആണ് വാട്ട് യു ലൈക്ക്. അത് ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയട്ടെ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ. സീന ഈറ്റ്സ് മാംഗോ. സീന മാംഗോസ് കഴിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. സീന എന്നത് സബ്ജക്റ്റാണ്, ഈറ്റ്സ് എന്നത് വേർബാണ്, മാംഗോ എന്നത് ഓബ്ജക്റ്റും ആണ്. അവിടെ ഓബ്ജക്റ്റ് ഒരു സിംഗിൾ വേർഡാണ്. സീന ഈറ്റ്സ് വാട്ട് ഐ കുക്ക് എന്നായാലോ? സീന ഈറ്റ്സ്, സീന കഴിക്കാറുണ്ട്. എന്ത് കഴിക്കാറുണ്ട്? വാട്ട് ഐ കുക്ക്, ഞാൻ എന്താണോ കുക്ക് ചെയ്യുന്നത് അത് സീന കഴിക്കാറുണ്ട്. അവിടെ മാംഗോ എന്ന സ്ഥലത്ത് വാട്ട് ഐ കുക്ക് എന്ന് മാറ്റി. പക്ഷേ അത് ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് തന്നെയാണ്. മാംഗോ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ വേർഡാണ്. പക്ഷേ വാട്ട് ഐ കുക്ക് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ക്ലോസ് ആയിട്ട് മാറി. അതും ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഒരു നൗൺ ക്ലോസിൻ്റെ ഭാഗമായിട്ട് വാട്ട് ഉപയോഗിക്കാം. അപ്പോൾ നൗൺ ക്ലോസിന് പല ഫങ്ഷൻസും ഉണ്ട്. അത് നൗൺ എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു അതുപോലെയൊക്കെ നൗൺ ക്ലോസിനും ഫങ്ഷൻ ചെയ്യാം. ഇനി വാട്ട് എന്നതിൻ്റെ അടുത്ത യൂസ് ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വാട്ട് എന്നത് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗണാണ്. ആർ എന്നത് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ഡൂയിങ് എന്നതാണ് അവിടെ വേർബ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ യു ഡൂയിങ്, ആർ എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് വന്നു. വാട്ട് ഡു യു ലൈക്ക്? നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക്? ഇവിടെയും വാട്ട് എന്നത് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗണാണ്. വാട്ട് കഴിഞ്ഞിട്ട് ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നു. ലൈക്ക് എന്നത് മെയിൻ വേർബ് ആണ്. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് എന്നത് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗണാണ്. ഇനി ഈസ് എന്നത് അവിടെ ആ സെൻറ്റൻസിൽ മെയിൻ വേർബാണ്. ഇനി നമുക്ക് ഈ ഹെൽപ്പിംഗ് വേർബ് ഇല്ലാതെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ട് ഡു യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉപയോഗിച്ചു. ഇതല്ലാതെ വാട്ട് ഗീവ്സ് us എനർജി? എന്താണ് നമുക്ക് എനർജി തരുന്നത്? വാട്ട് ഗീവ്സ് യു എനർജി? നിങ്ങൾക്ക് എന്താണ് എനർജി തരുന്നത്? ഇവിടെ വാട്ട് കഴിഞ്ഞിട്ട് ഗീവ്സ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വാട്ട് ഗീവ്സ് അത് മെയിൻ വേർബ് തന്നെയാണ്. വാട്ട് മേക്സ് യു ഹാപ്പി? മേക്സ് ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. വാട്ട് മെയ്ഡ് യു സാഡ്? മെയ്ഡ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെയും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഡു എന്നോ ഡിഡ് എന്നോ അങ്ങനെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയപ്പോഴും ഒക്കെ നമ്മളവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചില്ല. അതെന്തുകൊണ്ടാവും? വാട്ട് ഗീവ്സ് യു എനർജി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് അവിടെ സബ്ജക്റ്റ്. അവിടെ വേറെ ഒരു സബ്ജക്റ്റ് ഇല്ല. അതേസമയം വാട്ട് ഡു യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഡു യു ലൈക്ക്, യു എന്ന സബ്ജക്റ്റ് അവിടെയുണ്ട്. അപ്പോൾ വേറെ ഒരു സബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ വാട്ട് മേക്സ് യു ഹാപ്പി, എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് അവിടെ സബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു വേർബാണ് അവിടെ ഉപയോഗിക്കുന്നത്. വാട്ട് മേക്സ്, വാട്ട് ഗീവ്സ് എന്നൊക്കെ. അവിടെയൊക്കെ വേറെ ഒരു ഓക്സിലിയറി വേർബിൻ്റെ ആവശ്യം ഇല്ല. വാട്ട് ഡിഡ് യു ബൈ എന്ന് പറയുമ്പോൾ ഡിഡ് ഉപയോഗിച്ചു അവിടെ, കാരണം യു എന്ന ഒരു സബ്ജക്റ്റ് അവിടെയുണ്ട്. അതേസമയം വാട്ട് എക്സൈറ്റഡ് യു, വാട്ട് ട്രിഗേർഡ് യു, ഇങ്ങനെയൊക്കെ. അപ്പോൾ വാട്ട് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് ഇല്ലാതെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. ഇനി നമുക്ക് വാട്ട് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഫ്രേസസ് നോക്കാം. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രേസസ്. ഫസ്റ്റ് വൺ, വാട്ട്സ് വാട്ട്. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ മീനിങ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് നീഡ് ടു ബി നോൺ. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടാവില്ലേ, അതാണ് വാട്ട്സ് വാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിലോ ഒരു ഓഫീസിലോ ഒക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് നീഡ് ടു ബി നോൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് നീഡ് ടു ബി നോൺ, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി ഫോർ എ ലോങ് ടൈം. ഹി നോസ് വാട്ട്സ് വാട്ട്. അദ്ദേഹം ഈ കമ്പനിയിൽ കുറേ കൊല്ലങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയാം. ഹി നോസ് വാട്ട്സ് വാട്ട്. വി ഡോണ്ട് നോ വാട്ട്സ് വാട്ട് അറൗണ്ട് ഹിയർ. ഞങ്ങൾക്കറിയില്ല ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഇവിടെ ഇതിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. വി ഡോണ്ട് നോ വാട്ട്സ് വാട്ട് അറൗണ്ട് ഹിയർ. അടുത്തത് വാട്ട് ഇഫ്. വാട്ട് ഇഫ് എന്നുപയോഗിക്കുന്നത് സാധാരണ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം എന്നോട് നല്ല രീതിയിലൊന്നും പെരുമാറില്ല, അദ്ദേഹം എന്നെ വഴക്ക് പറയും. അങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ഹി സ്കോൾസ് യു. വാട്ട് ഇഫ് ഹി സ്കോൾസ് യു. അയാൾ വഴക്ക് പറഞ്ഞാൽ, അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ എന്താ? വാട്ട് ഇഫ് ഹി സ്കോൾസ് യു. ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അവൾ വെഡ്ഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യും, പക്ഷേ അവൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കില്ല. വാട്ട് ഇഫ് ഷീ ഡസൻറ്റ് ഗിവ് ഗിഫ്റ്റ്. വാട്ട് ഇഫ് അവൾ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ? അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വാട്ട് ഇഫ് ഉപയോഗിക്കാം. ഇത് നമ്മൾ സംസാരത്തിനിടയിൽ പലപ്പോഴും അതിൻ്റെ ഒരു ഇടയിൽ പറയുന്നതാണ്. ഞാൻ ഇത്രയ്ക്കൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ഫെയിലാവും. വാട്ട് ഇഫ് യു ഫെയിൽ. അങ്ങനെ ഫെയിൽ ആയാൽ എന്താ? വാട്ട് ഇഫ് യു ഫെയിൽ.
അപ്പോൾ വാട്ട് ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോമാണ്. വാട്ട് ഇഫ് യു ഫെയിൽ, പരാജയപ്പെട്ടാൽ എന്താ? വാട്ട് ഇഫ് യു കം ഹിയർ, നിങ്ങളിവിടെ വന്നാൽ എന്താ? വാട്ട് ഇഫ് ഹി ടോക്സ് ടു ഹെർ, അവൻ അവളോട് സംസാരിച്ചാൽ എന്താ? വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗിവ് യു മണി, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ എന്താ? അപ്പോൾ നെഗറ്റീവ് ഫോം ആവുമ്പോൾ ഐ ഡോണ്ട് ഗിവ് യു മണി. വാട്ട് ഇഫ് ഐ ഗിവ് യു മണി, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നാൽ എന്താ? നെക്സ്റ്റ് വൺ, ഫോർ വാട്ട്. ഫോർ വാട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടി എന്നല്ലേ അതിൻ്റെ മീനിങ്. ഫോർ വാട്ട് ആർ യു ഡൂയിങ് ദിസ്, എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്? ഫോർ വാട്ട് ആർ യു ഡൂയിങ് ദിസ്. ഫോർ വാട്ട് ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം, എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫോർ വാട്ട് ഷുഡ് ഐ ഗിവ് യു മണി, എന്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പൈസ തരണം? അടുത്തത് വാട്ട് എൽസ്. വാട്ട് എൽസ് എന്ന് പറയുമ്പോൾ പിന്നെന്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോയി വരുമ്പോൾ ഞാൻ ബാഗ് വാങ്ങി, ഞാൻ വെജിറ്റബിൾസ് വാങ്ങി, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങി, ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, അതൊക്കെ നമ്മൾക്കിടുന്ന് കാണിച്ചു തരികയാണ് ഒരാൾ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയോ എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. വാട്ട് എൽസ് ഡിഡ് യു ബൈ, വേറെ എന്താ നിങ്ങൾ വാങ്ങിയത്? വാട്ട് എൽസ് ഡിഡ് യു ബൈ, വേറെ എന്താണ് നിങ്ങൾ വാങ്ങിയത്? പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ അവൻ അങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. വേറെ എന്തെങ്കിലും അവൻ പറഞ്ഞു. വാട്ട് എൽസ് ഡിഡ് ഹി ടെൽ യു, വാട്ട് എൽസ് ഡിഡ് ഹി ടെൽ യു. അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞു, വേറെ എന്തെങ്കിലും, മറ്റെന്തെങ്കിലും എന്നൊക്കെയാണ് മീനിങ്. വാട്ട് എൽസ് ആർ യു ഗോയിങ് ടു ഡു, വേറെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഹോളിഡേയ്സൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, നാളെ എനിക്കൊന്ന് ബീച്ചിൽ പോകണം, പിന്നെ എനിക്ക് വേറെ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ വാട്ട് എൽസ് ആർ യു ഗോയിങ് ടു ഡു, വേറെ എന്താണ് നീ ചെയ്യാൻ? ഈ മാർക്കറ്റിൽ പോകലും അതുപോലെ ബീച്ചിൽ പോകലും അല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് എൽസ് ആർ യു ഗോയിങ് ടു ഡു. അടുത്തത് ഓർ വാട്ട്. ഓർ വാട്ട് എന്ന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആർ യു സ്റ്റഡിയിങ് ഓർ വാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളവിടെ പഠിക്കുകയാണോ അല്ലെങ്കിൽ അതോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന അർത്ഥത്തിലാണ്. ആർ യു സ്റ്റഡിയിങ് ഓർ വാട്ട്? ആർ യു വാച്ചിങ് മൂവി ഓർ വാട്ട്? ആർ യു വാച്ചിങ് മൂവി, സ്റ്റഡിയിങ് ഓർ വാട്ട്? നിങ്ങൾ TV വാച്ച് ചെയ്യുകയാണോ, പഠിക്കുകയാണോ, അല്ലെങ്കിൽ പിന്നെ വേറെന്താ എന്നർത്ഥത്തിലാണ് ഓർ വാട്ട്. അടുത്തത് വാട്ട് എബൌട്ട്. വാട്ട് അബൌട്ട് യുവർ ജോബ്, എന്താണ് നിങ്ങളുടെ ആ ജോലിയെപ്പറ്റി ഒന്ന് പറയൂ, എന്താണ് അതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വാട്ട് അബൌട്ട് യുവർ ജോബ്. അപ്പോൾ ജോബിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ആൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് യുവർ ജോബ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്നതിന് പ്ലാൻ ചെയ്യുന്നു. നാളെ നമ്മൾ എന്ത് ചെയ്യണം? നാളെ നമുക്ക് മാർക്കറ്റിൽ പോകാം, അതല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്താലോ? അതല്ലെങ്കിൽ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയാലോ? വാട്ട് അബൌട്ട് വാച്ചിങ് എ മൂവി. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറയുന്നു, എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് വാച്ചിങ് എ മൂവി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ കേട്ടിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് വാച്ചിങ് എ മൂവി. അങ്ങനെ പോയാലോ? അതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താ എന്നർത്ഥത്തിലാണ് അവിടെ ചോദിക്കുന്നത്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അത് എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? വാട്ട് അബൌട്ട് വർക്കിംഗ് ഇൻ എ കോൾ സെൻറ്റർ, അതിനെപ്പറ്റി എന്താ നിൻ്റെ അഭിപ്രായം? ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തതിനെപ്പറ്റി. അപ്പോൾ പല അഭിപ്രായങ്ങളും നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം. വാട്ട് അബൌട്ട് വർക്കിംഗ് ഇൻ എ കോൾ സെൻറ്റർ, ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് മേക്കിംഗ് സം വ്ളോഗ് വീഡിയോസ്, കുറച്ച് വ്ളോഗ് വീഡിയോസ് ഉണ്ടാക്കിയാലോ, എന്താണ് നിൻ്റെ അഭിപ്രായം? വാട്ട് എബൌട്ട്. അപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് എവർ. വാട്ട് എവർ എന്ന് ഉപയോഗിക്കുന്നത് എന്ത് തന്നെ ആയാലും എന്നാണ്. വാട്ട് എവർ യു ഹാവ്, നിൻ്റെ കയ്യിൽ എന്ത് ഉണ്ടെങ്കിലും. വാട്ട് എവർ യു ഹാവ്. വാട്ട് എവർ യു വാണ്ട്, എന്ത് നിനക്ക് ആവശ്യമുണ്ടെങ്കിലും. അപ്പോൾ വാട്ട് എവർ എന്നുള്ളതിൻ്റെ ഉപയോഗം അതാണ്. യു ക്യാൻ ടേക്ക് വാട്ട് എവർ ഐ ഹാവ്, നിങ്ങൾക്ക് എടുക്കാം എന്ത്? യു ക്യാൻ ടേക്ക് വാട്ട് എവർ ഐ ഹാവ്, എനിക്കുള്ളതെല്ലാം നിനക്ക് എടുക്കാം. ഐ വിൽ നോട്ട് ഗിവ് യു വാട്ട് എവർ യു വാണ്ട്, എന്ത് തന്നെ നീ ആവശ്യപ്പെട്ടാലും ഞാൻ തരില്ല. വാട്ട് എവർ യു വാണ്ട്. വാട്ട് എവർ യു വാണ്ട് മീൻസ് എന്ത് തന്നെ നീ ആഗ്രഹിച്ചാലും. ഐ വിൽ നോട്ട് ഗീവ്,
ഐ വിൽ നോട്ട് ഗിവ് യു, ഞാൻ നിനക്ക് തരില്ല. എന്ത് തന്നെ നീ ആവശ്യപ്പെട്ടാലും, നീ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെ ആയാലും. വാട്ട് എവർ യു നീഡ് യു ക്യാൻ ടേക്ക്, നിങ്ങൾക്ക് എന്ത് തന്നെ ആവശ്യമുണ്ടെങ്കിലും, എന്ത് തന്നെയാണ് നിനക്ക് ആവശ്യമുള്ളതെങ്കിലും യു ക്യാൻ ടേക്ക്, നിനക്ക് എടുക്കാം. അപ്പോൾ വാട്ട് എവർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയാലും. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ്. വാട്ട് ടൈപ്പ് ഓഫ് എന്നാൽ ഏത് തരത്തിലുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് സാരി ഡു യു ലൈക്ക്, എങ്ങനെയുള്ള സാരികളാണ് നിങ്ങൾക്കിഷ്ടം, ഏത് തരത്തിലുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് സാരി ഡു യു ലൈക്ക്. വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ ഡു യു ലൈക്ക്, എന്ത് തരം ആളുകളെയാണ് നിങ്ങൾക്കിഷ്ടം. വാട്ട് ടൈപ്പ് ഓഫ്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ട് എന്ന വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിനോട് ചേർന്ന് വരുന്ന ചില ഫ്രേസസ്, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റിയ ചില ഫ്രേസസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തായാലും ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.